ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നോമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഇവിടെ എനിക്കും കാക്കും മക്കൾക്കൊക്കെ സുഖമാണ്. അപ്പോൾ അത് രാവിലെ എണീറ്റ് മുറ്റമൊക്കെ അടിക്കണേ. അപ്പോൾ സമയമുള്ളവരൊക്കെ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അങ്ങനെ മുറ്റടിച്ചാലൊക്കെ കഴിഞ്ഞു, ക്ലീൻ ആയിട്ടോ. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ മുളച്ചത്. അപ്പോൾ അത് വൈകുന്നേരത്തേക്കൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് നോമ്പായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ഒപ്പിക്കട്ടെ. ഇനിയിപ്പോൾ റംസാനാണ് വരുന്നത്, അപ്പോഴാണ് നമുക്ക് പണി കിട്ടുക. റംസാനിൽ നോമ്പാകുമ്പോൾ പിന്നെ എല്ലാവരും ഒന്നിച്ച് നോമ്പ് നോൽക്കില്ല, അപ്പോൾ പിന്നെ എല്ലാം വേണ്ടി വരും. ഇത് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് നോമ്പായതുകൊണ്ട് പിന്നെ ഒരു തട്ടിക്കൂട്ടുണ്ട് ഒപ്പിച്ചാൽ മതി എന്നുള്ള ലെവലിലാട്ടോ ഞാൻ ഇത് ഒപ്പിക്കണം. അങ്ങനെ തേങ്ങൻ്റെ ഉള്ളിൽ നിന്ന് ആ പൊങ്ങൊക്കെ എടുത്തു. ഇത് ഒരുപാടായിട്ട് അങ്ങനെ മുളച്ച് നിൽക്കുന്നു ഈ തേങ്ങ. അപ്പോൾ പിന്നെ ഏതായാലും നോമ്പല്ലേ, അപ്പോൾ അതിനേക്ക് ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതിലേക്ക് അത്യാവശ്യത്തിന് പഞ്ചസാരയും പാലും 2 ഏലക്കായൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കുകയാണ്. അപ്പോൾ ഇത് അടിച്ചപ്പോഴേക്കും അങ്ങനെ കട്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി പച്ചവെള്ളം ഇതിൽ ആഡ് ചെയ്തു കേട്ടോ. അങ്ങനെ വീണ്ടും അടിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും ഇത് അത്യാവശ്യത്തിന് കട്ടി അപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. അങ്ങനെ ജ്യൂസൊക്കെ റെഡി ആയതിന് ശേഷം മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. മുന്തിരി 2 ഈത്തപ്പഴമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തോ. പിന്നെ നമ്മുടെ നാരങ്ങ മരത്തുമ്പോൾ നാരങ്ങ ആദ്യമായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും എടുത്തുകൊണ്ട് ലൈം അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെടുത്തപ്പോഴേക്കും ബാങ്ക് കൊടുത്തിട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാണ് കേട്ടോ. ഈ നാരങ്ങ നമ്മൾ അടിച്ച് വെച്ച് ആ സ്പോട്ടിൽ തന്നെ കുടിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ലൈമും ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ സ്വത്തുമണികൾ ചോദിക്കുകയാണ് പൊരിക്കടില്ലേ എന്നിട്ട്. പിന്നെ മനുഷ്യല്ല പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ദോശയും പിന്നെ കടല ഗ്രേവി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ ദോശ ഒന്നും അപ്പോൾ കഴിച്ചില്ല കേട്ടോ, അത് കിടക്കുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വത്തുമണികൾ പഠിക്കുകയാണേ. പിന്നെ അവർ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ ഇക്കാക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി കട്ട് ചെയ്യാണ്. 2 ഉള്ളിയും 1 ഇഞ്ചി കഷ്ണവും പിന്നെ ഒരു ക്യാരറ്റും പീസും എല്ലാം കൂടി ഇട്ട് കണ്ടൊന്ന് ഒരു ചെറിയൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു പച്ചമുളക് ഇട്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഗ്യാസിന് വെക്കുകയാണ്. അങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം വേണ്ട കടുക് ഒന്ന് പൊട്ടിച്ചു. പിന്നെ കട്ട് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റുകയാണ്. അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇക്കാക്കുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടോ. അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. എന്നാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.